കാനനപാത വഴി ശബരിമല ദർശനത്തിനെത്തുന്നവർക്ക് പുതിയ സൗകര്യം. എരുമേലി വഴി വരുന്നവർക്ക് നേരിട്ട് വാവർനട വഴി പ്രവേശനം നൽകാനാണ് തീരുമാനം. വനംവകുപ്പ് പ്രത്യേക പാസ് നൽകിയാകും ഭക്തരെ കടത്തിവിടുക. നേരത്തെ പുല്ലുമേട് വഴി വരുന്നവർക്ക് മാത്രമായിരുന്നു ഈ സൗകര്യം. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ട്. എന്തായാലും ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് പുതിയ ചില സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് കാനനപാത വഴി എത്തുന്നവർക്ക് പുതിയ സൗകര്യങ്ങൾ ഒരുക്കാനാണ് ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും തീരുമാനം. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടിയായിരിക്കും ഈ സൗകര്യങ്ങൾ ഉണ്ടാകുക. നമുക്കറിയാം, പുല്ലുമേട് വഴിയുള്ള ദർശനം നടത്തിയെത്തുന്ന തീർത്ഥാടകർക്ക് പ്രത്യേക സൗകര്യമുണ്ട്. അതായത് വാവരസ്വാമി നടയുടെ അവിടെ നേരിട്ടെത്തി അവിടെ നിന്ന് നേരിട്ട് 18-ാം പടി കയറാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതേപോലെ തന്നെ കിലോമീറ്ററുകളോളം താണ്ടിയെത്തുന്നവരാണ് എരുമേലി വഴി കാനനപാത പിന്നിട്ട് ഈ വലിയാനവട്ടവും ചെറിയാനവട്ടവും ഒക്കെ പിന്നിട്ട് എത്തുന്ന തീർത്ഥാടകർ. അവരെ സംബന്ധിച്ച് പിന്നെയും ഈ നീലിമലയും അപ്പാച്ചിമേടും ഒക്കെ കടന്ന് കയറി വരുന്ന സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ്. അവരുടെ ഒരു അഭ്യർത്ഥന കൂടി മാനിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രധാനമായും ഇങ്ങനെയാണ്. അവർക്ക് വനം വകുപ്പ് ഒരു ടാഗ് നൽകും. അതായത് ഇപ്പുറത്തെ പുല്ലുമേട്ടിൽ നൽകുന്ന പോലെ തന്നെ അത് ടാഗ് നൽകിയ ശേഷം അത് കാണിച്ചാൽ പമ്പയിൽ നിന്ന് നേരിട്ട് സ്വാമി അയ്യപ്പൻ റോഡ് വഴി അവർക്ക് സന്നിധാനത്തേക്ക് എത്താൻ കഴിയും. മരക്കൂട്ടത്ത് നിന്നും നേരെ ശരംകുത്തിയിൽ പോകേണ്ട സാഹചര്യം ഇല്ല. നേരെ ഇപ്പുറത്ത് ഈ നടപ്പന്തലും ക്യൂ നിൽക്കാതെ ഈ പുല്ലുമേട് വഴി തീർത്ഥാടകരെത്തുന്ന വഴിയിൽ തന്നെ അവർക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും. ആ നിലയിലാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക. ഇത് അവരുടെ ഒരു ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് കാനനപാത വഴി വരുന്ന തീർത്ഥാടകരെ സംബന്ധിച്ച് ഒരു പ്രത്യേക സൗകര്യം ഏർപ്പെടുത്താനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. എന്തായാലും തീർത്ഥാടകരെ സംബന്ധിച്ച് ഒരു പരിധിവരെ വലിയ ആശ്വാസം ഉണ്ടാകുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശബരിമലയിൽ തിരക്കും തുടരുകയാണ്. ഇനി മണ്ഡല പൂജയ്ക്കായുള്ള ഒരുക്കങ്ങൾ കൂടി സന്നിധാനത്ത് നടക്കാൻ പോകുന്നു. എന്തായാലും അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ കൂടി ആലോചിച്ചു വരികയാണ് ദേവസ്വം ബോർഡും മറ്റുമുള്ളത്. ഇന്ന് രാവിലെയും നല്ല തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ശബരിമലയിലെത്തുന്ന VIP-കൾക്ക് പ്രത്യേക പരിഗണന നൽകാതിരിക്കാനാകില്ലെന്ന് ദേവസ്വം ബോർഡ്. സുപ്രീം കോടതി ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവർ എത്തുമ്പോൾ ദർശനത്തിന് പ്രത്യേക സൗകര്യം